പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേരയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ പുഞ്ചിരി വിടർത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട് ദുബായിൽ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രവൃത്തികളിലൂടെ ലോകത്തിന് മാതൃകയാണിവർ. ബോധി എന്ന കൂട്ടായ്മ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ചവരാണ്. ലോകം കെട്ടകാലത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടെ അതിജീവനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അണയാൻ മടിക്കാതെ കത്തുന്ന ചില പൊന്തിരി നാളങ്ങളാണ്. ഇത്തരത്തിൽ ദുബായിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ പുഞ്ചിരി വിടർത്തുകയാണ് ബോധി. ഭിന്നശേഷിക്കാരായ 25ഓളം കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് പിച്ചവെപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ. ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള ലയൺസ് ക്ലബ്ബാണ് ബോധി ദുബായ്. കുട്ടികളിലെ വൈകല്യങ്ങളെ മറികടക്കാൻ ശരിയായ പരിശീലനത്തിലൂടെ മാറ്റമുണ്ടാക്കുകയാണ് ഇവർ. ഇൻക്ലൂഷൻ എന്നുള്ള നിലയിൽ അവരെ നമ്മളൊരു നോർമൽ ഒരു കുട്ടി മാതിരി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവർ പേരൻസ് ഉണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ വെൽവിഷേഴ്സ് ഉണ്ട്. അങ്ങനെ 40ഓളം പ്രൊഫഷണലായിട്ട് ഞങ്ങളൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഈ ദുബായ് ബോധീസ് ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് താഴെ ഇവർ 40ഓളം ആൾക്കാർ, അതിൽ 40ഓളം കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പല പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. 40ഓളം പേരടങ്ങുന്ന ഈ കൂട്ടായ്മയിൽ വിവിധ മേഖലകളിലെ പ്രഗത്ഭരാണ് പ്രവർത്തിക്കുന്നത്, അതും പ്രതിഫലേച്ഛയില്ലാതെ. ബോധി കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി പരിശീലനം നൽകി വരുന്നു. ആർട്ട്, മ്യൂസിക്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവയിലെല്ലാം അഭ്യസിച്ച് കുട്ടികൾ മിടുക്കരാവുകയാണ്. 25ഓളം കുട്ടികളാണ് നിലവിൽ ബോധിയുടെ കീഴിൽ പരിശീലിക്കുന്നത്. Attending sessions which have been organized by various platforms here, and we thought when they can do it, why not us? And we have the strength of people, we have the strength of the community with us. We had a backbone in Shankar and Gayatri, because frankly 1.5 years back it was Gayatri Shankar who started it, just like she wanted some children under one roof, and that is how it started. ഇവിടുന്ന് ആർജിച്ച പാഠങ്ങളിലൂടെ സാധാരണ ജീവിതം നയിക്കുന്നവർ ഏറെയാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് വിഘ്നേഷ് അനന്യ ദമ്പതികൾ. ഇരുവരും ദൈവത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. വിഘ്നേഷും അനന്യയും ദുബായിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർ കൂടിയാണ്. I am Ananya Chavan. I am working for Hikri, my club. I help my Jane books, grind, toys, lot of toys. I take care for my baby. I want to play with her. A lot of dance and painting. I go to down to the clock with her and confide. കുട്ടികളുടെ സമഗ്ര വികസനമാണ് ബോധിയുടെ ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും അഭിരുചിയും കഴിവുമനുസരിച്ച് കൃത്യമായ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നു. പിന്നീട് അവരെ സ്വയം പര്യാപ്തരാക്കുകയാണ് ലക്ഷ്യം. കുറവുകളൊന്നുമില്ലാത്ത കുട്ടികളോടൊപ്പമോ അതിൽ കൂടുതലോ വേഗത്തിൽ ഇവർ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് പരിശീലകർ അഭിമാനത്തോടെ പറയുന്നു. Very happy to be a part of this group, and these kids are amazing, and as you can see
They have a lot of patience. They sit down and they do a lot of things, and they can sit for hours and do the work, as you had seen today how they did. And this is not for today, it's every single Saturday and Sunday they have been doing. ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ ഏറെയും സ്ത്രീകളാണ്. അവരുടെ ജോലി സമയം കഴിഞ്ഞുള്ള ഓരോ നിമിഷങ്ങളും കുട്ടികൾക്കായി ചിലവിടുന്നു. അവർ സ്വന്തം മക്കളെ എന്ന പോലെയാണ് കുട്ടികളെ പരിപാലിക്കുന്നത്. ഓരോ കുട്ടികൾക്കും അവർ അമ്മമാരാകുകയാണ്. இதில் வந்து நம்ம குழந்தைங்க தான் ஸ்டார்ஸ். அவங்களுக்குன்னு ஒரு தனி உலகம். அந்த உலகத்தில் அவங்க ஸ்டார்ஸ். அந்த ஸ்டார் ஒவ்வொன்றும் அழகு. ஸோ அந்த உலகத்துக்குள்ளே போனால் தான் இந்த அழகை நம்மளால் புரிஞ்சிக்கவும் முடியும். ஸோ ஃபஸ்ட்டு நம்ம ஃபேமிலி வந்து நம்ம குழந்தைங்களை அக்செப்ட் பண்ணணும் சார். அதுக்கப்புறம் நம்மளோட ஃப்ரெண்ட்ஸ் அக்செப்ட் பண்ணுவோம். அந்த ஃப்ரெண்ட்ஸ் ரொம்ப க்ளோஸ் ஆகி ஒவ்வொருத்தவங்களும் புரிஞ்சுட்டா தான் நம்மளுக்கு ஹெல்ப்ஃபுல்லாக இருக்கும். எந்த ஒரு வேலை ஆரம்பித்தாலும் தனியாக ஆரம்பிக்க முடியாது. வி நீட் குரூப் ஆஃப் பீப்புள். ஒரு குரூப் ஆஃப் பீப்புள் இருந்தால் தான் இட் வில் பி சக்ஸஸ். நம்ம ஒரு குரூப்பாக போய் ஒவ்வொருத்தரும் என்கிட்ட இருக்கிறவங்க எல்லாருமே தே ஆர் வெரி வெரி டேலண்டட். ஸ்பெஷல் எஜுகேட்டர்ஸ், மியூசிக் தெரபிஸ்ட் அண்ட் ஆர்டிஸ்ட், ஆர்ட்டாலஜிஸ்ட் அண்ட் ஆர்ட் தெரபிஸ்ட், டான்ஸுக்கு, and we have got a lot of other professionals who are helping us, and we are more than 40 members in this group. തമിഴ്നാട് സ്വദേശിയായ ശങ്കറുടെ വീടാണ് കുട്ടികളുടെ പരിശീലന കളരി. ബൃഹത്തായ ലൈബ്രറി അടക്കം ഇവിടെ കുട്ടികൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ കുട്ടികളും ശങ്കറിന്റെ വീട് സ്വന്തം വീട് പോലെ കരുതുന്നു. I can say in my house, at least 1 million footprints of these children would have happened past 2 years. So we feel that this is a soulful place. This is like a temple, and when they come here, it brings entire new world, and that brings a lot of happiness, and they are our life. They are our motivation. They are our aspiration also. ഈ പ്രതിഭകളുടെ കലാപരിപാടികൾ UAE-യിലെ വിവിധയിടങ്ങളിൽ അരങ്ങേറാറുണ്ട്. ഏത് പ്രൊഫഷണൽ കലാകാരന്മാരോടും കിടപിടിക്കുന്ന രീതിയിലാണ് സ്റ്റേജിലെ ഇവരുടെ പ്രകടനങ്ങൾ. ഇവർ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾക്കും ആവശ്യക്കാരേറെയാണ്. വമ്പൻ കമ്പനികളാണ് ഇവ തേടിയെത്തുന്നത്. Extremely proud, and we can see how the progress is, so we hope to continue doing it. They're actually waiting, that when will we start. They look forward for the whole week. Also they're looking forward to the classes. Yes, a lot of them are asking when are we going again for the class, so that's a very good feeling. കൈപിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി മായില്ലെന്ന് നമ്മളോട് ഉറക്കെ പറയുകയാണ് ബോധി. ഇത്തരം മാതൃകകളാണ് ലോകത്തിന് ആവശ്യമെന്നും